ഒറ്റയ്ക്കാണെന്ന് തോന്നിയാൽ ആയിഞ്ഞു തുഴിഞ്ഞോണം. ഇനി മുങ്ങിത്താഴാതിരിക്കൽ നമ്മുടെ മാത്രം ആവശ്യമാണ്. പരാജയപ്പെട്ടവൻ്റെ ഒരു ചിരി മതി വിജയിച്ചു എന്ന് കരുതുന്നവൻ്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടി. യോഗമില്ല എന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ. ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക, ലക്ഷ്യം അവിടെയാണ്. കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണുള്ളത്. മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത്. അറ്റുപോയതിനെ ഒരിക്കലും തുന്നിക്കെട്ടാൻ ശ്രമിക്കാതിരിക്കുക. ഒന്നും പഴയതുപോലെ ആവില്ല. വില കൽപ്പിക്കാത്തിടത്തേക്ക് പോകാതിരിക്കുക. കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം ആ ശരികൾക്ക് മുൻപിലും അവർ കുറ്റം കണ്ടെത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആരോടും സ്വയം വിശദീകരിക്കരുത്. കാരണം വിശ്വസിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ ഇഷ്ടമാണെന്ന് നടിക്കുന്ന വ്യക്തിക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളുവാനും സാധ്യമല്ല. കരയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മാറ്റം സംഭവിക്കില്ല എന്നറിഞ്ഞിട്ടും ആ കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആളുകളെ നഷ്ടമാകുന്നതോർത്ത് പേടിക്കരുത്. പേടിക്കേണ്ടത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന തിരക്കിൽ അവനവനെ നഷ്ടമാകുന്നുണ്ടോ എന്നോർത്ത് വേണം പേടിക്കാൻ. മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുക എളുപ്പമാണ്. പക്ഷേ അവനവനിൽ കുറ്റം കാണുക എന്നത് വളരെ വിഷമകരമാണ്. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ളത് മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതുമാണ്. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അതാണ് ലക്ഷ്യം. എല്ലാവർക്കും കഴിവുകൾ ഒരേപോലെയല്ല. എന്നാൽ എല്ലാവർക്കും കഴിവുകൾ വികസിപ്പിക്കുവാനുള്ള അവസരം അത് ഒരുപോലെയാണ്. ഒഴിവാക്കേണ്ടടുത്ത് നിന്ന് സ്വയം ഒഴിഞ്ഞു നിന്നാൽ എന്നെ ഒഴിവാക്കിയല്ലോ എന്ന് സ്വയം ദുഃഖിക്കേണ്ടതില്ല. ഇന്ന് നമ്മളെ വേണ്ട എന്ന് പറഞ്ഞവരെ നമ്മൾ ഇന്നലെയേ വേണ്ട എന്ന് വെച്ചു എന്ന് കരുതിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മൾക്കുള്ളൂ. ശ്രമിച്ചാൽ എന്തും നടക്കും എന്നുള്ള ഒരു ഉദാഹരണമാണ് ഇഴഞ്ഞു നടക്കുന്ന നമ്മൾ ഇപ്പോൾ 2 കാലിൽ എണീറ്റ് നടക്കുന്നത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാനാകൂ. ആരും നിങ്ങൾക്കായി നിലകൊള്ളാത്തപ്പോൾ പൂർണ്ണ ആർജവത്തോടെ നിങ്ങൾ നിങ്ങൾക്കായി നിലകൊള്ളണം. ചിലപ്പോൾ അങ്ങനെയാണ്. അവർക്ക് എപ്പോഴാണോ നമ്മളെ ആവശ്യം അപ്പോൾ മാത്രമേ നമ്മളെ തിരക്കി വരൂ. അല്ലെങ്കിൽ അവരെ മാത്രം കാത്തിരിക്കുന്ന വിഡ്ഢികളാണ് നമ്മൾ. പരസ്പരം സംസാരമില്ലെങ്കിൽ ഒരു ബന്ധവുമില്ല. പരസ്പരം ബഹുമാനമില്ലെങ്കിൽ അവിടെ ഒരു സ്നേഹവുമില്ല. പരസ്പരം വിശ്വാസമില്ലെങ്കിൽ ആ ബന്ധം തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ പറ്റാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കണ്ണീരിന്റെ വില അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കൽ പോലും കരഞ്ഞു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.